നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നാം അവതരിപ്പിക്കുന്നത് മേടസംക്രമവും അതിന്റെ ഫലങ്ങളുമാണ്. മേടസംക്രമ ഫലവും സംക്രമ ഫലത്തിൽ വരുന്നത് സൂര്യസംക്രമത്തിന്റെ ഫലവും അതേപോലെ തന്നെ ദേവതാ ഉദയത്തിന്റെ ഫലവും പ്രത്യേകമാണ്. മറ്റ് നക്ഷത്ര ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫലപ്രവചന രീതിയാണ് ഇത്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോയെ സമീപിക്കുക. 27 നക്ഷത്രങ്ങളുടെയും പ്രത്യേകം അത്തരത്തിൽ സംക്രമ ഫലവും നക്ഷത്ര ഫലങ്ങളും പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്ര ഫലങ്ങളും പ്രത്യേകമായിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ദേവതാ ഫലവും സംക്രമ ഫലവും നക്ഷത്ര ഫലവും ഒക്കെ പരസ്പരം വ്യത്യസ്തങ്ങളായിരിക്കാം. എല്ലാത്തിലും നല്ലത് വരികയാണെങ്കിൽ അത് ആ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണപ്രദവും, മധ്യമമാണ് എങ്കിൽ അതിനനുസരിച്ചും, ദോഷമാണെങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങളും ചെയ്ത് വരുന്ന ഒരു വർഷക്കാലം മുന്നോട്ട് പോവുക. അതായത് മേടമാസത്തിലെ സംക്രമവും അതിനുശേഷം അടുത്ത മേടം വരെയുള്ള സംക്രമത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1 തീയതി വിഷു മുതൽ കൊല്ലവർഷം 1202 ആണ്ട് മീനമാസം അവസാനം വരെയുള്ള ഒരു വർഷത്തെ വിഷു സംക്രമ ഫലവും ദേവതാ ഫലവും നക്ഷത്ര ഫലവുമാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. അതായത് 2026 വിഷു മുതൽ അടുത്ത വിഷുവിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ ഫലം. ഇപ്പോൾ നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ പരിശോധിക്കാം. ഉത്രാട നക്ഷത്രക്കാർക്ക് അന്ത്യഷഡ്കമാണ്. ജനനേതൃത്വം, മേലധികാരികളുടെ പ്രീതി, അധികാരപ്രാപ്തി, സുഖം ഇവയൊക്കെയാണ് ഫലം. ദേവതയായി ഉത്രാട നക്ഷത്രക്കാർക്ക് ബ്രഹ്മാവാണ്. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ്. ഇപ്പോൾ നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷു വർഷക്കാലത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. ഉത്രാട നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് നല്ല ബന്ധുജനങ്ങളുള്ളവരും ജീവിതത്തിലെ ആദ്യകാലങ്ങൾ ക്ലേശങ്ങളും ഉള്ളവരാകാം. സഞ്ചാരപ്രിയരും അന്യദേശത്ത് താമസിക്കുന്നവരും സൗന്ദര്യവും സദാചാരവും ഉള്ളവരാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ച് മനോരഞ്ജകമാകുന്ന വിധം രൂപഗുണയുക്തയായിട്ടുള്ളവരാണ്. വിനയശീലവും ലോകപ്രസിദ്ധയും സമ്പത്തും ഭർത്താവിൽ പ്രീതിയും സന്തുഷ്ടയും ആയിരിക്കും. ഉത്രാട നക്ഷത്രക്കാർക്ക് വ്യാഴം 6, 7, 8 ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശനി 3, 4 ഭാവങ്ങളിലായിട്ടും രാഹു 2, 3 ഭാവങ്ങളിലായിട്ടും ചാരവശാൽ സഞ്ചരിക്കുന്നതിനാൽ സ്ഥാനഭ്രംശം, ദ്രവ്യനാശം, പുത്രലാഭം, ഏർപ്പെടുന്ന കാര്യാദികളിൽ സർവാവിഷ്ടത എന്നിവയും ആരോഗ്യസ്ഥിതിക്ക് സാരമായിട്ടുള്ള പ്രശ്നങ്ങളും ആവശ്യമില്ലാത്ത സഞ്ചാരങ്ങളും ധനനാശവും ഉണ്ടാകാം. 3 വയസ്സുവരെയുള്ള ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് രോഗ ഉപദ്രവങ്ങൾ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. 3 മുതൽ 13 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അച്ഛനമ്മമാരുടെ സ്നേഹലാളനകൾ ലഭിക്കാനും സന്തോഷത്തോടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ അഭ്യസിക്കാനും സാഹചര്യമുണ്ട്. 13 വയസ്സ് മുതൽ 20 വയസ്സുവരെയുള്ളവർക്ക് ധൈര്യസമേതം വിദ്യയിൽ ശോഭിക്കാനും വിദ്യ നേടുന്നതിന് ഏതറ്റം വരെ പോകുന്നതിനും ഇടയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. 20 വയസ്സ് മുതൽ 38 വയസ്സുവരെയുള്ളവർക്ക് ഈ വർഷം ഉന്നത പഠനം സംബന്ധിച്ച് ബാങ്കുകളിൽ നിന്നും പണം എടുക്കുന്നതിനും പടിപടിയായി കാര്യങ്ങൾക്ക് അടിത്തറ പാകുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ജോലി, ധനസമ്പാദനം, സമ്പാദ്യം എന്നിവ നേടാൻ സാധിക്കുന്നതാണ്. 38 വയസ്സ് മുതൽ 54 വയസ്സുവരെ പ്രായമുള്ളവരെ സംബന്ധിച്ച് ഈ വർഷം വാഹനം, വീട് എന്നിവ സ്വന്തമായി വാങ്ങാനും സാമൂഹ്യ പ്രവർത്തികളിൽ ഏർപ്പെടാനും സാഹചര്യങ്ങളുണ്ട്. 54 മുതൽ 73 വയസ്സുവരെയുള്ളവരെ സംബന്ധിച്ച് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമാണ്. 73 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ വർഷം കുടുംബത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ഉത്രാടം നക്ഷത്രം മകരക്കൂറിലും ധനുക്കൂറിലുമായിട്ട് വരുന്ന നക്ഷത്രമാണ്. പൊതുവെ പറഞ്ഞാൽ വ്യാഴത്തിന്റെ ആനുകൂല്യമുള്ളതിനാൽ ഉത്രാടം നക്ഷത്രം 1-ാം പാദത്തിൽ, അതായത് ധനുക്കൂറിൽ ജനിച്ചവർക്ക് ഈ വർഷം അഭീഷ്ട കാര്യങ്ങൾ നിറവേറ്റപ്പെടുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. രാഷ്ട്രീയത്തിലൂടെ അധികാരലബ്ധി ഉണ്ടാകുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ലാഭം ഉയരുന്നതാണ്. കാലത്തിന്റെ മാറ്റം തിരിച്ചറിഞ്ഞ് സ്വയം മാറാനുള്ള മനസ്സുണ്ടാകുന്നതാണ്. കണ്ടകശനി കാലമാണ്. അതുകൊണ്ട് തന്നെ ചില തടസ്സങ്ങൾ ലക്ഷ്യത്തെ പിന്നോട്ട് വലിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അക്കാര്യം എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാകണം. മകരക്കൂറുകാരെ സംബന്ധിച്ച് അധ്വാന ഭാരം കൂടാം. സംരംഭങ്ങൾ സമാരംഭിക്കാൻ പലതരം കടമ്പകൾ കടക്കേണ്ടി വന്നേക്കാം. വീട് നിർമ്മാണം, വീടിന് ജീർണോദ്ധാരണം എന്നിവ സാധ്യമാകുന്നതാണ്. 3-ാം ഭാവത്തിലെ ശനി മെല്ലെയാണെങ്കിലും സ്ഥിര വളർച്ചയ്ക്ക് വഴി തുറന്നു തരുന്നതാണ്.
പ്രണയിക്കുന്നവർക്ക് വിഘ്നങ്ങളെ നേരിടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വേർപിരിയലുകൾ വിഷമം ഉണ്ടാക്കുന്നതാണ്. വരുമാനമാർഗം ഉയരുമെങ്കിലും നിക്ഷേപ സമാഹരണം സാധ്യമായേക്കില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.